ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ കാണും കണ്ണ. ഈ പറയുന്ന സാഗർ എന്ന അവതാരത്തിന്റെ സൃഷ്ടി ആരാണെന്ന് ഇവർക്കാർക്കെങ്കിലും അറിയാവുന്ന എന്റെ വിശ്വാസം. അത് ശരിയാ. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇനി മഹി വരില്ലെന്നും പറഞ്ഞ് കമ്പം കൊളുത്തി ആഘോഷം തുടങ്ങിയത്. ഒരുപാട് തവണ പറഞ്ഞു തന്നെ ഞാൻ ഇനി ആവർത്തിക്കുക. എന്റെ ജീവിതത്തിൽ കിട്ടിയ നിധിയാ എന്റെ ഭാര്യ. ആ നിധിയെ കൈവിട്ടുകളയാൻ ഞാൻ ഒരുക്കമല്ല. ആരതിന് ശ്രമിച്ചാലും അവർക്കായിരിക്കും തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത്. അമ്മയോട് ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കാം. കുട്ടിക്കാലം മുതലേ ഇവൻ അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. എപ്പോഴെങ്കിലും എന്നെങ്കിലും നിങ്ങൾ ഇവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? രണ്ടാനമ്മയാണെങ്കിലും അമ്മയെന്നല്ല ഇവൻ വിളിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും സ്വന്തം മക്കളോട് കാണിക്കുന്ന സ്നേഹം വേണ്ട എങ്കിലും അമ്മയെന്ന് വിളിച്ച സ്ഥിതിക്ക് ഒരു മകന് കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾ ഇവന് കൊടുത്തിട്ടുണ്ടോ? ഞാൻ അനന്തോട്ടനെ കല്യാണം കഴിച്ച ശേഷം എനിക്ക് കഥകളൊക്കെ അറിയാം. നിങ്ങളുടെയൊക്കെ ഏത് ആവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന കൂട്ടത്തിലാ കണ്ണേട്ടൻ. പക്ഷേ ഒരിക്കലും ആ നന്ദിയും സ്നേഹവും കണ്ണേട്ടന് തിരിച്ചു കിട്ടിയിട്ടില്ല. എന്നാ കണ്ണനൊന്നും കൊടുത്തില്ലെങ്കിലും അവന്റെ ജീവൻ എടുക്കാനല്ല, അവനെ ജീവന് തുല്യം സ്നേഹിക്കാൻ കണ്ണന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ മഹാലക്ഷ്മി. അവരെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല, മരണത്തിനല്ലാതെ. ആ സത്യം മനസ്സിലാക്കിയിട്ട് ഇനി കൊല്ലരുത് എന്റെ കൂട്ടുകാരനെയും അവന്റെ ഭാര്യയും. അനന്തു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? കഴമ്പുള്ള കാര്യം തന്നെ ഞാൻ പറയുന്നേ. അത്രയ്ക്ക് മനസ്സ് നൊന്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതിലാർക്കെങ്കിലും പൊള്ളിയെങ്കിൽ അതിൽ എനിക്കൊരു വിഷമോ ഇല്ല. കണ്ണാ, ഞങ്ങൾ പോവാ. പോയിട്ട് വരാം മഹി. കണ്ണേട്ടാ, ഞാൻ പറയേണ്ട കുറെ കാര്യങ്ങൾ അവര് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ വരുന്നതിന് മുമ്പ് വരെ ഒരുപാട് സന്തോഷിച്ചില്ലേ? ഇനി കുറച്ചൊന്ന് വിഷമിക്ക്. കാരണം ആ വിഷമം നിങ്ങളൊക്കെ അർഹിക്കുന്നുണ്ട്. എടാ മേഘ, നീയും ഇതിലൊക്കെ കൂടിയല്ലോ. പാടോ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.